എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഈസി റെസിപ്പിയാട്ടോ. കേക്കിലേക്ക് ആവശ്യമായ 3/4 കപ്പ് മൈദയാണ് നമ്മൾ അളന്നെടുക്കുന്നത്. കപ്പ് വടിച്ചാണ് നമ്മൾ മൈദ എടുക്കേണ്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കണ്ട് ഈ രീതിയിലൊന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല സ്പഞ്ച് നമുക്ക് ലഭിക്കും. 3/4 കപ്പ് അളവിൽ നമ്മൾ മൈദ എടുത്തു. ഈ മൈദ നമുക്ക് അരിപ്പയിലിട്ട് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ റെസിപ്പിയിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഉപയോഗിക്കുന്നില്ല. ഇതിലേക്ക് 1/4 കപ്പ് അളവിലാണ് നമ്മൾ കൊക്കോ പൗഡർ എടുക്കുന്നത്. ഇതുവരെ ഒരു റെസിപ്പിയിലും ചേർക്കാത്ത രീതിയിലാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നത് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ഇട്ട ശേഷം അതിലേക്ക് ചൂടായ പാല് നമ്മൾ 1/4 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ചൂടാക്കിയിട്ട് കൊക്കോ പൗഡറിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നമ്മുടെ കൊക്കോ പൗഡർ കട്ട കുത്തിയിരിക്കില്ല. ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും കേട്ടോ. കൊക്കോ പൗഡർ അളന്ന 1/4 കപ്പ് പാത്രത്തിലേക്ക് തന്നെ നമ്മൾ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചു. നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം 1/4 കപ്പ് പഞ്ചസാരയും ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് 3/4 കപ്പാണ് നമ്മളിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ബീറ്റ് ചെയ്യാൻ വയ്ക്കാം. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വാനില എസൻസും ഒരു നുള്ളു ഉപ്പും ചേർത്ത ശേഷം നമുക്കിനി ബീറ്റ് ചെയ്യാൻ വയ്ക്കാം. ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ലഭിക്കണം. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. ആ സമയം നമുക്ക് ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയുടെ ബീറ്റായിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. മുട്ട ഇതേപോലെ ക്രീമി പരുവത്തിൽ കിട്ടണം കേട്ടോ. എന്നാലേ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച കൊക്കോ പൗഡറിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് ഓരോ സ്പൂൺ വീതം നമുക്ക് പയ്യെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ ബീറ്റർ സ്പീഡ് കുറച്ചിടണം. ആ സമയത്ത് വളരെ സ്പീഡ് കുറച്ചാണ് നമ്മൾ ഇടേണ്ടത്. നമുക്ക് ബാറ്റർ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. റെസിപ്പി വെച്ച് എല്ലാവരും കേക്ക് ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ടും നല്ല സ്പഞ്ച് ലഭിക്കും. ഞാനിവിടെ എല്ലാ സ്പഞ്ചും ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അഭിപ്രായം പറയണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമ്മുടെ പൊടി ഇവിടെ മിക്സ് ചെയ്യുകയാണ്. പൊടി നമ്മൾ ഈ രീതിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അരിച്ചിടുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ടാണ്. ഞാനിവിടെ കുറേശ്ശെ ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അതിന് ശേഷം സൈഡെല്ലാം വടിച്ചെടുത്ത ശേഷം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ ലഭിക്കും കേട്ടോ. നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടും. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ഓവനിലേക്ക് മാറ്റാം. നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. അതിനുശേഷം നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ബേക്ക് ചെയ്യാനായിട്ട് 50 മിനിറ്റ് എടുത്തിട്ട് എൻ്റെ കേക്ക് ബേക്കായി കിട്ടാനായിട്ട് നല്ല സ്പഞ്ചിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഹൈറ്റോട് കൂടി കിട്ടി. നമ്മുടെ കസ്റ്റമറിന് സ്ക്വയർ ടൈപ്പ് കേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി ക്രീം ചെയ്യേണ്ട കേക്കാണ്. ഇത് ചൂടാറിയ ശേഷം ക്രീം ചെയ്യേണ്ടതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേക്ക് നല്ല ഹൈറ്റിലും നല്ല സ്പഞ്ചിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമ്മുടെ കേക്ക്. നല്ല സ്പഞ്ചി കേട്ടോ. ഇതണ്ട ഇതിൻ്റെ ഹൈറ്റ് കണ്ട. നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട. നമുക്ക് 2 ലെയറായിട്ട് മുറിച്ചെടുക്കാം ക്രീം ചെയ്യാൻ നേരത്ത്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവരും അഭിപ്രായം പറയണം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.